ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മീനെണ്ണ ഗുളികയെ കുറിച്ചാണ്. മീനെണ്ണ ഗുളികയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മീനെണ്ണ ഗുളികയെ നമ്മൾ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ മാത്രമല്ല, ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? ഇത് ഉപയോഗിക്കേണ്ട രീതി എന്താണ്? ഇത് ഏത് സമയത്താണ് നമ്മൾ കഴിക്കേണ്ടത്? അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് വളരെയധികം ഏറ്റവും കൂടുതൽ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ആയിട്ട് ഇത് നോർത്തേൺ യൂറോപ്പിലാണ് ഈ ഒരു മീനെണ്ണ ഗുളികയുടെ ഗുണങ്ങൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങിയത്. കൂടുതലായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന കുട്ടികളിലെല്ലാം കണ്ടുവരുന്ന റിക്കറ്റ്സിലാണ് ഇത് ഉപയോഗിച്ചത്. ആ സമയത്ത് കുട്ടികൾക്ക് അത് വളരെയധികം ഇംപ്രൂവ് ആവുകയും ആ ഒരു രോഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും അവരുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ മാറി അവർക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ലോകത്തിലേക്ക് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മീനെണ്ണ ഗുളിക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ മീനെണ്ണ ഗുളികയുടെ പേര് പറയുകയുണ്ടായി. അതിൽ പേര് പറയുന്നത് കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് എന്നാണ്. അതായത് കോഡ് എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യത്തിന്റെ ലിവർ വേർതിരിച്ച് അത് നന്നായി വെള്ളത്തിൽ തിളപ്പിച്ച് അതിന്റെ കൊഴുപ്പിനെ എല്ലാം മാറ്റി അതുപോലെ ഉണ്ടാക്കുന്നതാണ് ഈ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല രീതിയിലാണ് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഓയിലായിട്ട് ഇപ്പൊ ചെറിയ ബോട്ടിലിന് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ അങ്ങനെ ഓയിലായിട്ടും ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് കോഡ് എന്ന മത്സ്യത്തിന്റെ ലിവറിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് ഇത്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് സാധാരണയായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകൾക്കൊക്കെ നമുക്കിത് ഈ ഒരു കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മീനെണ്ണ ഗുളിക നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ അത് മാറ്റിയെടുക്കാനായിട്ട് ഡെഫിഷ്യൻസി മാറ്റി നല്ല രീതിയിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പൊതുവെ ഇത് വിപണിയിൽ രണ്ട് ടൈപ്പായിട്ടാണ് കാണപ്പെടുന്നത്. കളറിലാണ് കാണപ്പെടുന്നത്. ബ്രൗൺ കളറിലും കാണുന്നുണ്ട്, യെല്ലോ കളറിലും കാണുന്നുണ്ട്. അപ്പൊ ബ്രൗൺ കളർ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രോസസ്ഡ് ചെയ്യാത്ത ഓയിലിനെയാണ് നമ്മൾ ബ്രൗൺ കളറിലുള്ള ഇതിൽ ഉപയോഗിക്കുന്നത്. രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പല പല രീതിയിലുള്ള ഉപയോഗത്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ യെല്ലോ ഓയിലാണ് നമ്മൾ കൂടുതലായിട്ടും എല്ലാ ആളുകളും ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടാറുള്ളത്. ഒരു സപ്ലിമെന്റ് ആയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇത് പ്രോസസ്ഡ് ചെയ്ത ഓയിലാണ് യെല്ലോ കളറിലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഗുണങ്ങളിലേക്ക് കടക്കാം. മീനെണ്ണ ഗുളികയുടെ ഘടകങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഡി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് ഉണ്ട്. ഒന്ന് EPA ആൻഡ് DHA. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ, ഈ ഒരു അമിനോ ആസിഡ്സിന്റെ ഈ രണ്ട് അമിനോ ആസിഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോട്ടീൻ വളരെ കുറവാണ്. ഫാറ്റ് തന്നെ വളരെ 2 ഗ്രാമൊക്കെ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് 0 ആണ്. അതുപോലെ തന്നെ മിനറൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മറ്റൊരു തരത്തിലുള്ള കൊളസ്ട്രോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതല്ല ഈ ഒരു ഗുളിക നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ആരും പേടിക്കേണ്ടതില്ല. ഇനി നമുക്കിത് ഓയിലിന്റെ നമുക്ക് ഓയിലായിട്ടും തന്നെ കുടിക്കാവുന്നതാണ്. അത് നമുക്ക് ക്യാപ്സ്യൂളായിട്ടും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓയിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി, എത്ര ഡോസിൽ ഉപയോഗിക്കണം എന്ന് നമുക്ക് പറയാം. അതിനു മുൻപായിട്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിലെ സെൽസിന്റെ ഒക്കെ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് മീനെണ്ണ ഗുളിക ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ കണ്ണുകളുടെ ഹെൽത്ത്, കണ്ണുകളുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമുക്ക് ഗ്ലൂക്കോമ പോലത്തെ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാപ്സ്യൂള് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലിവർ സംബന്ധമായ അസുഖങ്ങൾ, കരളിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യം, മോണയുടെ ആരോഗ്യം, ഇതൊക്കെ നമുക്ക് പല്ലിന്റെ ആരോഗ്യം, അതുപോലെ മുടിയുടെ ഗ്രോത്തിന്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ സന്ധി സംബന്ധമായിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധിവാദത്തിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ രക്തക്കുഴലിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്ട്രോക്ക് പോലെയോ ബ്ലോക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുള്ളവർക്കൊരു സപ്ലിമെന്റ് പോലെ ഈ കോഡ് ലിവർ ഓയിൽ
ക്യാപ്സ്യൂൾസ് കഴിക്കാവുന്നതാണ് കേട്ടോ. വൈദ്യനിർദ്ദേശ പ്രകാരം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും. കൊളസ്ട്രോളിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും HDL കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. ഇനി നമ്മൾ ഈ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വൈറ്റമിൻസ് ഉള്ളിൽ എത്തണമെങ്കിൽ ഇല്ല. നമ്മൾ സാധാരണ കടൽ മത്സ്യങ്ങളായിട്ടുള്ള ചാള, ചൂര, അയില ഇതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മത്സ്യങ്ങൾ നമ്മൾ നന്നായി കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കൂടുതലും വെജിറ്റേറിയൻസ്, മീൻ കഴിക്കാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അൺഅവൈലബിൾ ആവുന്നത്. ആ സമയത്ത് നമുക്ക് ഫുഡിൽ കൂടെ അല്ലെങ്കിൽ ഡയറ്റിൽ കൂടെ എത്താനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് എടുക്കുന്നത്. ഓക്കെ. അതുപോലെ ഓർമ്മക്കുറവ്, അൽസീമേഴ്സ് പോലത്തെ രോഗങ്ങളിലൊക്കെ ഇത് നമുക്ക് കഴിക്കുന്നത് നമുക്ക് ഓർമ്മക്കുറവ് ഒരു പരിധി വരെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. വരാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് ജനറ്റിക്കൽ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അൽസീമേഴ്സ് ഡിസീസ്, മറവി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ ഒക്കെ പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട് അല്ലെ, അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാം. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഇപ്പൊ പറയുകയാണെങ്കിൽ റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ്, ആമവാദം, രക്തവാദം പോലത്തെ പ്രശ്നങ്ങൾ, സന്ധിഗതവാദങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട്, വരാതിരിക്കാനായിട്ട്, വന്നു കഴിഞ്ഞിട്ടുള്ള ചികിത്സേനേക്കാളും വരാതിരിക്കാനായിട്ട്, തടയാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഡോസേജ് കുറച്ച് കുറവായിരിക്കും അഡൽസിനെ അപേക്ഷിച്ച്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെയിറ്റ് അനുസരിച്ച് 1-2 എണ്ണം നമുക്ക് ഒരു ദിവസം കൊടുക്കാവുന്നതാണ്. രാവിലെ 1, വൈകുന്നേരം 1 എന്നുള്ള രീതിയിൽ. പക്ഷെ മുതിർന്നവരെ അപേക്ഷിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 4 എണ്ണം വീതം, ഇപ്പൊ ടാബ്ലറ്റ് ആണ് കഴിക്കുന്ന വെച്ചാൽ, ക്യാപ്സ്യൂൾ ആണ് കഴിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഓയിലാണ് കഴിക്കുന്നത് വെച്ചാൽ, അതായത് നമ്മൾ ഓയിൽ രീതിയിലാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വെച്ചാൽ, ഓരോ ടീസ്പൂൺ മീനെണ്ണ മാത്രമേ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതിലും കൂടുതൽ കഴിക്കരുത് കേട്ടോ. പിന്നെ ടൈമിങ് വന്നത് എപ്പോഴും ആഹാരത്തിന് ശേഷം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ ആഹാരത്തിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ ഈ മീനെണ്ണ ഗുളിക തീർച്ചയായിട്ടും കഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ അനുസരിച്ചിരിക്കും. കാര്യം നമ്മൾ ഒരുപാട് മീൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ മീനെണ്ണ ഗുളിക കഴിക്കുന്നത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മുടെ മീനിൽ തന്നെ ഒരുപാട് ഇത്തരം കണ്ടന്റുകളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്, ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻ നന്നായി കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് മതി. ഞാൻ പറഞ്ഞ തരത്തിലുള്ള മീനുകള്, ചാള, ചൂര, അയില, ഇതിലൊക്കെയാണ് ഇത് ഒരുപാട് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല, ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും കഴിക്കുന്നില്ല, ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ വേദനകൾ, സന്ധിഗതമായിട്ടുള്ള വാദങ്ങൾ, ആമവാദം, രക്തവാദം പോലത്തെ പ്രശ്നങ്ങളുണ്ട്, തടിയുണ്ട്, ഒരുപാട് കൊളസ്ട്രോൾ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. സപ്ലിമെന്റ് പോലെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രഷർ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. കാരണം രക്തക്കുഴലുകളെയൊക്കെ പ്രോബ്ലംസ് ഇതിനെ മറികടക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് BP ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് മീനെണ്ണ ഗുളിക ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.